വി.ഡി. സതീശനെതിരെ പുനർജനി കേസ് നിലനിൽക്കില്ല എന്ന വിജിലൻസിന്റെ റിപ്പോർട്ടിന്റെ പകർപ്പ് ഇപ്പോൾ 24 ലഭിച്ചിരിക്കുകയാണ്. ഷഫീദ് റാവുത്തറാണ് വാർത്തയുടെ വിവരങ്ങളുമായി ചേരുന്നത്. അഴിമതി നിരോധന വകുപ്പ് പ്രകാരം നിലനിൽക്കില്ല ഈ കേസ് വി.ഡി. സതീശനെതിരെ എന്നാണ് വിജിലൻസിന്റെ റിപ്പോർട്ട്. കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലാണ് DIG കാർത്തിക് ഇങ്ങനെ ഒരു റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി ചേരുന്നു. ഷഫീദ്, ഈ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം എന്താണ്? അഴിമതി നിരോധന വകുപ്പ് പ്രകാരം ഈ കേസ് നിലനിൽക്കില്ല എന്ന് പറയുന്നു. ഇതേ കേസിലാണിപ്പോൾ ഒരു വർഷം മുൻപ് നൽകിയിട്ടുള്ള CBI അന്വേഷണത്തിന്റെ ശുപാർശ നേരത്തെ പുറത്തുവന്നത്. എന്താണ് വിവരങ്ങൾ? അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് വി.ഡി. സതീശനെതിരെ അഴിമതി നിരോധന വകുപ്പ് പ്രകാരം കേസ് നിലനിൽക്കില്ല എന്നുള്ള വിജിലൻസിന്റെ ഒരു റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ആ റിപ്പോർട്ടിന്റെ ഡേറ്റ് അടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. 19/9/2025 എന്നുള്ളതാണ്. അതായത് സെപ്റ്റംബർ 19 തീയതി അന്നത്തെ വിജിലൻസ് ഡയറക്ടർക്ക് വേണ്ടി കാർത്തിക് IPS ആണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു കത്ത് റിപ്പോർട്ട് സർക്കാരിന് നൽകിയത്. അതിൽ പറയുന്ന കാര്യം വി.ഡി. സതീശൻ MLA-ക്കെതിരെ സ്പീക്കർ ആവശ്യപ്പെട്ട കാര്യങ്ങളിലുള്ള വിശദീകരണം ചുവടെ ചേർക്കുന്നു. പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട് വി.ഡി. സതീശൻ MLA-യുടെ അക്കൗണ്ടിലേക്ക് പണം വന്നതായി കണ്ടെത്തിയിട്ടില്ല. വിദേശ സന്ദർശനത്തിന് ശേഷം വി.ഡി. സതീശൻ വസ്തു വാങ്ങിയതായി പരാതിയിൽ ആരോപിച്ചിട്ടില്ലാത്തതിനാൽ വിഷയത്തിൽ അന്വേഷണം നടത്തിയിട്ടില്ല. പുനർജനി ഫണ്ട് കൈകാര്യം ചെയ്തിട്ടുള്ളത് മണപ്പാട് ഫൗണ്ടേഷൻ എന്ന സന്നദ്ധ സംഘടന മുഖേനയാണ്. വി.ഡി. സതീശൻ ഫണ്ട് കൈമാറ്റം ചെയ്തതായി അറിയില്ല. കൂടാതെ അഴിമതി നിരോധന നിയമം സെക്ഷൻ 7(7)(a) എന്നീ വകുപ്പുകൾ പ്രകാരമുള്ള കുറ്റങ്ങൾ വി.ഡി. സതീശൻ ചെയ്തതായി കണ്ടെത്തിയിട്ടില്ല. ആയത് സംബന്ധിച്ചിട്ടുള്ള അന്വേഷണ ഉദ്യോഗസ്ഥന്റെ വ്യക്തത റിപ്പോർട്ട് അനന്തര നടപടികൾക്കായി ഇതോടൊപ്പം അയക്കുന്നു എന്നുള്ളതാണ് ഈ കത്തിൽ പറയുന്ന കാര്യം. പക്ഷേ വീണ്ടും ഇക്കാര്യത്തിൽ വിജിലൻസിന്റെ ഭാഗത്ത് നിന്ന് അന്വേഷണം നടത്തിയിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയില്ല. സ്വാഭാവികമായും ഇത് പുറത്തേക്ക് വന്നിരിക്കുന്നത്, അതായത് ഒരു വർഷം മുൻപ് സമർപ്പിച്ച റിപ്പോർട്ടിന്റെ പകർപ്പ്, അതായത് വി.ഡി. സതീശനെതിരെ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള റിപ്പോർട്ടിന്റെ പകർപ്പ് അതിന്നാണ് പുറത്തു വന്നത്. ഏതായാലും വി.ഡി. സതീശനെതിരെ തെളിവില്ല. പക്ഷേ ഈ നമുക്കിപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഇന്ന് രാവിലെ വന്നിരിക്കുന്ന റിപ്പോർട്ടിൽ അതിന്റെ വിവരമനുസരിച്ച് വിദേശ നാണയ വിനിമയ ചട്ട നിയമപ്രകാരം വി.ഡി. സതീശനെതിരെ CBI അന്വേഷണം വേണമെന്നുള്ള കാര്യമാണ് പറയുന്നത്. ഏതായാലും നിലവിൽ ഇപ്പോൾ വന്നിരിക്കുന്ന കാര്യം അത് വി.ഡി. സതീശന് അനുകൂലമായതാണ്. ദിൽന, ഷഫീദ്, ഇത് രണ്ടും രണ്ടായി തന്നെ കാണേണ്ടതില്ലേ? അഴിമതി നിരോധന നിയമപ്രകാരം ഈ കേസ് നിലനിൽക്കില്ല എന്ന് വിജിലൻസ് പറയുന്നു. അത് വിജിലൻസിന്റെ പരിധിയിൽ വരുന്ന ഒരു കാര്യമാണ്. എന്നാൽ വിദേശത്ത് പോയി ഫണ്ട് സ്വരൂപിക്കുക, അത് കേരളത്തിലെ അക്കൗണ്ടിലേക്ക് എത്തിക്കുക, അതിൽ ഈ FCRA ചട്ടലംഘനം ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് അത് CBI അന്വേഷിക്കണം. ഇതാണോ അപ്പോൾ ഇതിൽ നിന്റെ ആകെ മൊത്തം നമുക്ക് മനസ്സിലാക്കേണ്ടത്? നിലവിൽ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ 2 റിപ്പോർട്ടുകൾ ഇപ്പോൾ നമ്മളുടെ മുൻപിലുണ്ട്. അതിലൊരു റിപ്പോർട്ട് അന്ന് യോഗേഷ് ഗുപ്ത വിജിലൻസ് ഡയറക്ടറായിരിക്കെ സംസ്ഥാന സർക്കാരിന് നൽകിയിരിക്കുന്ന റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ടിലാണ് ഈ FCRA നിയമപ്രകാരം നിയമത്തിന്റെ ലംഘനം നടന്നു, സ്വകാര്യ സന്ദർശനത്തിനായി കേന്ദ്ര സർക്കാരിൽ നിന്ന് അനുമതി നേടിയ ശേഷം വിദേശത്ത് പോയി ഫണ്ട് സ്വരൂപിച്ചതും അത് കേരളത്തിലെ അക്കൗണ്ടിലേക്ക് എത്തിച്ചതിലെ നിയമലംഘനം എന്നിവ ചൂണ്ടിക്കാട്ടി CBI അന്വേഷണത്തിന്റെ ആവശ്യകതയിലേക്ക് വിജിലൻസ് ശുപാർശ ചെയ്തിരിക്കുന്നു. അതിൽ എടുത്തു പറയുന്നത് FCRA നിയമം 2010 സെക്ഷൻ 3(2)(a) പ്രകാരം CBI അന്വേഷണം നടത്തണമെന്നാണ് വിജിലൻസിന്റെ ശുപാർശ. കൂടാതെ അക്കാര്യത്തിൽ നിയമസഭയിലെ റൂൾ ഓഫ് പ്രൊസീജിയേഴ്സിന്റെ ഭാഗമായി നിയമസഭാ സാമാജിക നിലയിൽ സ്പീക്കറും നടപടി സ്വീകരിക്കണമെന്നും ശുപാർശ ചെയ്തിരുന്നു. ഒരു പക്ഷേ അതിന്റെ ഭാഗമായിട്ടായിരിക്കാം ഈ സ്പീക്കർ ഒരു വിശദാംശം തേടിയത്. അതിന് മറുപടിയായിട്ടാണ് ഇപ്പോൾ വിജിലൻസിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു കത്ത് പോയിരിക്കുന്നത്. ആ കത്ത് നൽകിയിരിക്കുന്നത്, അതായത് ആ കത്തിന്റെ സ്വീകർത്താവ് എന്ന് പറയുന്നത് അഡീഷണൽ ചീഫ് സെക്രട്ടറി വിജിലൻസ് വകുപ്പ്, കേരള സർക്കാർ, തിരുവനന്തപുരം എന്നുള്ളതാണ് വ്യക്തമാക്കിയിരിക്കുന്ന കാര്യം. ഏതായാലും വിജിലൻസ് തന്നെ നൽകിയിരിക്കുന്ന ഒരു റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ടിലാണ് അഴിമതി നിരോധന നിയമപ്രകാരം വി.ഡി. സതീശനെതിരെ നടപടിയെടുക്കാനുള്ള കാര്യങ്ങളൊന്നുമില്ല എന്നുള്ള കാര്യം പറയുന്നത്. മാത്രമല്ല, ഈ വിദേശ സന്ദർശനത്തിന് ശേഷം സതീശൻ ഏതെങ്കിലും തരത്തിൽ വസ്തുവകകൾ വാങ്ങിയതായോ പരാതിയിൽ ആരോപിച്ചിട്ടില്ലാത്തതിനാൽ വിഷയത്തിൽ അന്വേഷണം നടത്തിയിട്ടില്ല എന്നുള്ള കാര്യം പറയുന്നുണ്ട്. 2, ഈ പുനർജനി ഫണ്ട് കൈകാര്യം ചെയ്തിട്ടുള്ളത് മണപ്പാട് ഫൗണ്ടേഷൻ എന്ന സന്നദ്ധ സംഘടന മുഖേനയാണ് എന്നുള്ള കാര്യവും വ്യക്തമാക്കുന്നുണ്ട്. ഏതായാലും നിലവിൽ ഇപ്പോൾ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ടത്, ഈ വിഷയത്തിൽ വ്യക്തത വരുത്തേണ്ടത് വിജിലൻസ് ആണ്, അതല്ലെങ്കിൽ മുഖ്യമന്ത്രിയാണ്, സർക്കാരാണ്. സർക്കാരിന്റെ ഇക്കാര്യത്തിൽ തുടർ നീക്കങ്ങൾ ശ്രദ്ധേയമായി മാറും. ദിൽന, അഴിമതി നിരോധന നിയമപ്രകാരം നിലനിൽക്കില്ല വി.ഡി. സതീശനെതിരായ കേസ് ഈ പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ടത് എന്ന് വ്യക്തമാക്കുന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ DIG കാർത്തികാണ് ഈ റിപ്പോർട്ട് നൽകിയത്. പുനർജനി പദ്ധതിയുടെ പണം വി.ഡി. സതീശന്റെ അക്കൗണ്ടിൽ വ്യക്തിപരമായി എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അഴിമതി നിരോധന നിയമപ്രകാരം ഇത് കേസ് നിലനിൽക്കില്ല എന്നാണ് വിജിലൻസിന്റെ ഈ റിപ്പോർട്ടിൽ ഉള്ളത്. അത് റിപ്പോർട്ടിന്റെ പകർപ്പാണ് ഇപ്പോൾ 24 ലഭിച്ചിരിക്കുന്നത്. ഷഫീദ് റാവുത്തറാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകുന്നത്. ഷഫീദ്, അതായത് കഴിഞ്ഞ 5 വർഷമായി വിജിലൻസ് അന്വേഷിക്കുന്ന കേസ്, ആ കേസിൽ കുറ്റവിമുക്തനാണ് വി.ഡി. സതീശൻ. വി.ഡി. സതീശനെതിരെ ആ കേസ് നിലനിൽക്കില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്, അല്ലേ?
അതിന് ഉറപ്പായിട്ടും, കാരണം ഇത് കേവലം ഏതെങ്കിലും തരത്തിലുള്ള കാര്യമല്ല. പകരം അതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം PD സതീശൻ അഴിമതി നിരോധന നിയമപ്രകാരം കുറ്റം ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ഒന്നാമത്തെ ചോദ്യം. മാത്രമല്ല, ഇവിടെ നിന്ന്, അതായത് വിദേശത്ത് നിന്ന് പിരിച്ചു എന്ന് പറയപ്പെടുന്ന, PD സതീശൻ ആഹ്വാനം ചെയ്ത് പിരിച്ചു എന്ന് പറയപ്പെടുന്ന പണം അത് ഏതെങ്കിലും തരത്തിൽ VD സതീശൻ വകമാറ്റിയതാണോ, അതല്ലെങ്കിൽ അദ്ദേഹം അത് വിനിയോഗിച്ച പർപ്പസ്, അതിന്റെ ഉപയോഗം എന്താണ് എന്നുള്ളതാണ്. സ്വാഭാവികമായും അങ്ങനെ അന്വേഷിക്കുമ്പോൾ മാത്രമാണ് ഏതെങ്കിലും തരത്തിൽ നമ്മൾ ഈ പറയുന്നത് പോലെ വിദേശ നാണയ വിനിമയ ചട്ട ലംഘനത്തിനപ്പുറത്തേക്ക് അഴിമതി നിരോധന വകുപ്പ് പ്രകാരം കേസ് നിലനിൽക്കുമോ എന്നുള്ള ചോദ്യം വരുന്നത്. ഈ ഉത്തരവിൽ, അതായത് കാർത്തിക് IPS നൽകിയിരിക്കുന്ന ഉത്തരവിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട്, ഈ വിദേശത്ത് നിന്ന് പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട് VD സതീശൻ MLA യുടെ അക്കൗണ്ടിലേക്ക് പണം വന്നതായി കണ്ടെത്തിയിട്ടില്ല. രണ്ടാമത്തേത്, വിദേശ സന്ദർശനത്തിന് ശേഷം വസ്തു വാങ്ങിയതായി പരാതിയിൽ ആരോപിച്ചിട്ടില്ലാത്തതിനാൽ ഈ വിഷയത്തിൽ അന്വേഷണം നടത്തിയിട്ടില്ല. മൂന്നാമത്തേതാകട്ടെ, പുനർജനി ഫണ്ട് കൈകാര്യം ചെയ്തിട്ടുള്ളത് മണപ്പാട് ഫൗണ്ടേഷൻ എന്ന സന്നദ്ധ സംഘടന മുഖേനയാണ്. നാലാമത്തേത്, അഴിമതി നിരോധന നിയമപ്രകാരം സെക്ഷൻ 7, 7A എന്നീ വകുപ്പുകൾ പ്രകാരമുള്ള കുറ്റങ്ങൾ VD സതീശൻ ചെയ്തതായി കണ്ടെത്തിയിട്ടില്ല. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ അഴിമതി നിരോധന നിയമപ്രകാരം VD സതീശൻ തെറ്റ് ചെയ്തു എന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതേസമയം ഏതെങ്കിലും തരത്തിൽ വിദേശത്ത് നിന്ന് പണം അയക്കുമ്പോൾ അത് രാജ്യത്ത് നിലനിൽക്കുന്ന വിദേശ നാണയ വിനിമയ ചട്ട പ്രകാരമുള്ള ലംഘനം നടന്നിട്ടുണ്ടെങ്കിൽ ആ രീതിയിൽ അന്വേഷണം നടത്താം. അപ്പോൾ അത് VD സതീശനെ CBI അന്വേഷണമായി മാറുന്നത് എങ്ങനെ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ സ്വാഭാവികമായും സാങ്കേതികമായി ഉയരും. ഇത് തന്നെയാണ് VD സതീശൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പലപ്പോഴായി മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം. സാങ്കേതികത്വം എന്നതിനപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിൽ ആ വിഷയത്തിൽ തെറ്റുപറ്റിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വീഴ്ച പറ്റിയിട്ടോ നിരക്കാത്തത് ചെയ്തിട്ടോ ഇല്ല എന്ന് VD സതീശൻ ആവർത്തിച്ച് പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണ്. ഏതായാലും ഈ പുതിയ സാഹചര്യമുണ്ട്. ഈ പുതിയ സാഹചര്യത്തിൽ വിജിലൻസ് നടത്തിയ തുടരന്വേഷണത്തിൽ ഏതെങ്കിലും തരത്തിൽ VD സതീശനെ ഉൾപ്പെടുത്താൻ കഴിയുന്ന മറ്റെന്തെങ്കിലും കണ്ടെത്തൽ നടത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യം നമുക്കറിയില്ല. അത് വിശദീകരിക്കേണ്ടത് സർക്കാരും വിജിലൻസുമാണ്. അങ്ങനെ എന്തെങ്കിലും നീക്കത്തിന്റെ ഭാഗമായിട്ടാണോ വീണ്ടും ഈ വിഷയത്തിൽ CBI അന്വേഷണം അടക്കമുള്ള കാര്യങ്ങൾ പൊടിതട്ടി എടുക്കുന്നത്, അതുമായി അതിനനക്കം വെക്കുന്നത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ സ്വാഭാവികമായും പുറത്തേക്ക് വരും. ഏതായാലും വളരെ പ്രധാനപ്പെട്ട കത്തിപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. കാർത്തിക് IPS 2025 സെപ്റ്റംബറിലാണ് ആ കത്ത് അയച്ചിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.